തൊഴിലുറപ്പ് നിയമ ഭേദഗതി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വ്യാപക സമരത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. തൊഴിലുറപ്പ് തൊഴിലാളികളെ അണിനിരത്തി സമരം സംഘടിപ്പിക്കുമെന്ന് KPCC നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം ചേർന്ന KPCC കോർ കമ്മിറ്റി യോഗത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. ഇതിനു മുന്നോടിയായി കൂടിയാണ് തൊഴിലുറപ്പ് നിയമ ഭേദഗതിയും ശബരിമല സ്വർണ്ണക്കൊള്ളയും സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനുള്ള കോൺഗ്രസ് നേതൃക്യാമ്പ് ജനുവരി 4-5 തീയതികളിൽ സുൽത്താൻ ബത്തേരിയിൽ ചേരുമെന്നാണ് വിവരം. ക്യാമ്പിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തീരുമാനിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച് UDF യോഗത്തിൽ വിശദമായ ചർച്ച നടക്കും. സീറ്റ് വിഭജന ചർച്ചകൾ നേരത്തെ പൂർത്തിയാക്കാനാണ് തീരുമാനം. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് മറികടന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു തൊഴിലുറപ്പ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസാക്കിയത്. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയാണ് ബിൽ ശബ്ദ വോട്ടോടെ രാജ്യസഭ കടന്നത്. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം തള്ളിയതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു രാജ്യസഭയിൽ ബില്ല് പാസാക്കിയത്. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ തൊഴിലുറപ്പ് നിയമ ഭേദഗതി നിലവിൽ വരും. UPA സർക്കാർ കൊണ്ടുവന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മോദി സർക്കാർ അടിമുടി ഉടച്ചു വാർത്തിരിക്കുകയാണ്. വ്യാപക വിമർശനം ഉയർന്നിട്ടും കേന്ദ്ര സർക്കാർ അതൊന്നും വകവെച്ചില്ല. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അവിജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര്. വിബിജി റാംജി എന്നാണ് പദ്ധതിയുടെ ചുരുക്കപ്പേര്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അപേക്ഷിച്ച് വിബിജി റാംജി പദ്ധതിയിൽ കേന്ദ്രവിഹിതം കുറയും. 60% തുക കേന്ദ്രം നൽകും. ബാക്കി 40% സംസ്ഥാന സർക്കാരുകൾ നൽകണം. നിലവിൽ 75% കേന്ദ്രം നൽകുന്നത്. വിബിജി റാംജി പദ്ധതിയിൽ സാമ്പത്തിക വർഷം തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയർത്തുമെന്നാണ് പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാകില്ല എന്നതാണ് നിരീക്ഷകർ പറയുന്നത്.